നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതായത് ഒരു ഇലക്ട്രിക്കൽ ഡിസൈൻ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റുകൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറിയ ഷോർട്ട് നോട്ട് പറയാം. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രിക്കൽ ഡിസൈൻ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്ത് തരാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തു കൊടുക്കുക ഏതൊരു ക്ലയൻറ്റിനും കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ XYZ എന്തും ആയിക്കോട്ടെ ആ പ്രിമൈസസിൽ എന്തൊക്കെ ഉപകരണം എവിടെയൊക്കെ വരും, അതിന് എന്താണ് സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്, നമ്മുടെ ആവശ്യകത. അതായത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വീടോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫർണിച്ചർ ലേഔട്ട്, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫർണിച്ചർ ലേഔട്ട് ആദ്യമേ സെറ്റ് ഓഫ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഫർണിച്ചർ ലേഔട്ടില്ലെങ്കിൽ ആ സിവിൽ ഡ്രോയിങ് തന്നാൽ മതി, ഞാൻ സെറ്റ് ഓഫ് ചെയ്ത് തരാം. ഇപ്പോൾ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫർണിച്ചർ എവിടെയൊക്കെ വരും എന്നുള്ള ഡീറ്റെയിലിംഗ് എനിക്കറിയാം. അപ്പോൾ അതനുസരിച്ച് ഫർണിച്ചർ ലേഔട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് ആ ഫർണിച്ചർ ലേഔട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്ലംബിംഗ് ഡ്രോയിങ് ആദ്യം കോൺസെപ്റ്റ് തയ്യാറാക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര നമ്പർ ഓഫ് ലൈറ്റ്സ്, ബെഡിൻ്റെ പൊസിഷൻസ്, ബെഡ് സ്വിച്ച്, നമ്പർ ഓഫ് ബെഡ് സ്വിച്ചുകൾ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ പ്രൊഫൈൽ ലൈറ്റുകൾ, ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്, ഷാങ്ലിയർ, പെൻഡൻറ്റ് ലൈറ്റുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഈ കോൺസെപ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കുക. ഈ കോൺസെപ്റ്റ് തയ്യാറാക്കിയിട്ട് ഈ കോൺസെപ്റ്റ് ഈ പറഞ്ഞ ക്ലയൻറ്റ്, അതായത് വീട്ടിൻ്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥനോ ഷോറൂമിൻ്റെ ഉടമസ്ഥനോ ആദ്യം കൊടുക്കും. ഈ കോൺസെപ്റ്റ് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്തിട്ട് അവരുടെ ഇൻറ്റീരിയർ കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ അവരുടെ XYZ അവരുടെ ബന്ധുക്കളോ ആരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവർക്കൊരു താരതമ്യപ്പെടുത്തി അവർക്ക് ഇനി എന്തെങ്കിലും കൂട്ടാനുണ്ടോ അല്ലെങ്കിൽ കുറയ്ക്കാനുണ്ടോ ആ കാര്യത്തിലെല്ലാം വ്യക്തത വരുത്തിയിട്ട് നമ്മളത് ഫൈനലൈസ് ചെയ്യും. കോൺസെപ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടാണ് അതനുസരിച്ചാണ് വർക്കിംഗ് ഡ്രോയിങ്സ് ചെയ്യുക. ഈ വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 16 നമ്പർ ഓഫ് ഡ്രോയിങ്സ് അതിലുണ്ടാവും, വർക്കിംഗ് ഡ്രോയിങ്സ്. അത് ഓരോ ഡ്രോയിങ്സ് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പാർട്ട് ബൈ പാർട്ടായിട്ട് പറയാം. കാരണം ഇപ്പോൾ ഈ നമ്മളൊരു ഇലക്ട്രിക്കൽ ഡിസൈൻ ഞാൻ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ പോലെ ഈ ഒരു ഫീൽഡിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ആൾക്കാരായിരിക്കില്ലല്ലോ അത് ബ്രീഫ് ചെയ്യാൻ എടുക്കണേ. കാരണം എൻ്റെ പോലെ അത്രയും വിവരമുള്ള ഒരാളായിരിക്കില്ലല്ലോ ഈ വരുന്ന ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രിക് കോൺട്രാക്ടർ. നമ്മൾ വിദ്യ പകർന്നു നൽകുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരാൾക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാഗ്രഹിക്കുന്നത്. കാരണം നമ്മളൊരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, വളരെ കൃത്യമുള്ളതായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം. പിന്നെ നമ്മുടെ പോലെ തന്നെ ഏതൊരാൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ വർക്കിൽ ചെയ്യുന്ന ഓരോ വർക്കേഴ്സിനും അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള അവകാശമുണ്ട്, ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതും കൂടെ മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. കാരണം ഞാൻ കൊടുക്കേണ്ട ഡ്രോയിങ് അത് ഈസിലി റീഡബിളും മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അത് ഉടമസ്ഥനായിക്കോട്ടെ, ഇലക്ട്രിക് കോൺട്രാക്ടർ ആയിക്കോട്ടെ, ആരാണെങ്കിലും. അപ്പോൾ അതേപോലെ ആയിരിക്കണം നമ്മൾ കോൺസെപ്റ്റോ കാര്യങ്ങളോ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഇലക്ട്രിക്കൽ ഡീറ്റെയിൽ ഡിസൈനെ കുറിച്ചാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലം, ഓവൻ വെക്കുന്ന സ്ഥലം, ഫ്രിഡ്ജ് വെക്കുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞാൽ അയൺ ബോക്സ് വെക്കുന്ന സ്ഥലം, മീൻസ് അയണിങ് ടേബിൾ, സോഫ സെറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ബേസിക് കോൺസെപ്റ്റ് തയ്യാറാക്കുക. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡിസൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ ആവറേജ് സ്ക്വയർ ഫീറ്റിന് 3-4 രൂപയൊക്കെ ചിലവ് വരുമ്പോൾ എന്തിനാണ് ഞാനിതൊരു വേസ്റ്റ് ഓഫ് മണി അല്ലേ, ഇതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിക്കുക. എന്നാൽ ഒരു പ്രൊഫഷണൽ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റിംഗ് കമ്പനി ചെയ്യുന്ന വർക്കുകൾ അവർ ഡെഫിനറ്റായിട്ടും, അതായത് ഒരു പ്രൊഫഷണൽ വ്യക്തിയാണോ അവർ ഒരു പ്രൊഫഷണൽ MEP കൺസൾട്ടൻസി ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഡെഫിനറ്റായിട്ടും ഡ്രോയിങ് ചെയ്യിപ്പിച്ച് അതിൻ്റെ വിശദമായ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ആ എസ്റ്റിമേറ്റ് വെച്ച് വർക്കേഴ്സിൻ്റെ അടുത്ത് ലേബർ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ മെറ്റൽ കോൺട്രാക്റ്റോ സെറ്റ് ഓഫ് ചെയ്ത് BOQ സഹിതം, അതായത് നമ്മൾ പറയുക എക്സാമ്പിൾ പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, എത്ര ലേബർ, എത്ര ഡ്യൂറേഷൻ, ഈ സംഭവങ്ങളടക്കം ചെയ്തേ ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഇതിലെന്ന് വെച്ചാൽ ആവറേജ് മിനിമം 16 ഷീറ്റ് ഓഫ് ഡ്രോയിങ്സ്, അതായത് നമ്മുടെ കോൺസെപ്റ്റ് മുതൽ വർക്കിംഗ് ഡ്രോയിങ്സ് ആവറേജ് 16 ഷീറ്റ് ഡ്രോയിങ്ങും അതിൻ്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ്, അതായത് മെറ്റീരിയലിന് എത്ര വരും, ലേബർ എത്ര വരും, അതുകൂടാതെ BOQ
അതായത് ഈ നമ്മൾ എന്താ പറയുക ഒരു കോൺട്രാക്ടർ കയ്യിൽ നിന്ന് ഒരു റേറ്റ് വാങ്ങിക്കണമെങ്കിൽ അവർക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി മനസ്സിലാവണ്ടേ. അപ്പം നമ്മളതിന് BOQ കൊടുത്ത് അവരിൽ നിന്ന് അതിൽ റേറ്റ് ഇട്ട് മേടിച്ചിട്ടാണ് ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ വീടിൻ്റെ വർക്ക് ചെയ്യുന്നത് നമുക്കൊരു 6, 8, 10 ലൈറ്റ് പോയിൻറ്റ് കൂടി അല്ലെങ്കിൽ പ്ലഗ് പോയിൻറ്റ്സ് കൂടി നാളെ ഒരു ഫ്രിക്ഷൻ വരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ BOQ പ്രകാരം നമ്മൾ ആ വർക്കിന് ഇത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് ഓഫ് മോഡറേഷൻ അതിൽ കാണിച്ച് വെച്ചാൽ മതി. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണ്, അത് എവിടെ എങ്ങനെ വരും എന്നുള്ളത് എല്ലാവർക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫീൽഡിൽ ഇലക്ട്രിക്കലിന് മാത്രമല്ല ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ പ്ലംബിംഗ് ഡീറ്റെയിൽ ഡിസൈൻ ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഈ മെറ്റീരിയൽ കോസ്റ്റിലൊരു 30 മുതൽ 35% വരെ നമുക്ക് ലാഭിക്കാൻ പറ്റും. ആ 35% കാശ് ലാഭത്തിൻ്റെ ആവറേജ് 1/6 പോലും വരുന്നില്ല ഈ ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസൈൻ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ആരും ചിന്തിക്കില്ല. ആ ചെറിയൊരു ലാഭം നോക്കുന്നതാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നത്തിലേക്ക് എപ്പോഴും എത്തിപ്പെടാറുള്ളത്. അത് സാധാരണ ഒരു ഫ്രിക്ഷൻ ആയതിനു ശേഷമാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നേരെ മറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഡിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നാളെ അത് വലിയൊരു വാല്യുബിൾ ഡോക്യുമെൻ്റാണ് ഇലക്ട്രിക്കൽ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഓരോ ഡീറ്റെയിലും പറഞ്ഞു